കൂട്ടുകാരെ നമുക്ക് ടൈം ആൻഡ് വർക്കിൽ ബാക്കി ചോദ്യങ്ങളെ കിടക്കാം. A takes 4 days more to complete a work than the time taken by A plus B to do the same work. അതായത് ഒരു വർക്ക് തീർക്കാനായിട്ട് എയും ബിയും കൂടെ ചേർന്നെടുക്കുന്ന ദിവസങ്ങൾ എത്രയാണോ അതിനേക്കാളും 4 ദിവസം കൂടുതലെടുക്കും എ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ എയും ബിയും ചേർന്ന് ഒരു എക്സ് ദിവസം കൊണ്ട് വർക്ക് തീർക്കുമെങ്കിൽ എ ഒറ്റയ്ക്ക് എന്ന് കഴിഞ്ഞാൽ എക്ക് x+4 ദിവസം വേണം വർക്ക് തീർക്കാൻ. ആൻഡ് ബി ടേക്സ് 9 days more than the time taken by A plus B to do the same work. അതായത് ബിക്ക് എ പ്ലസ് ബി എടുക്കുന്നതിനേക്കാളും 9 ദിവസം കൂടുതലാണ് വർക്ക് തീർക്കാൻ. അപ്പോൾ ബി x+9 days എടുക്കും. ഇൻ ഹൗ മെനി ഡേയ്സ് എ പ്ലസ് ബി കംപ്ലീറ്റ് ദ വർക്ക്. അങ്ങനെയാണ് എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം വർക്ക് തീർക്കാമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എയും ബിയും ചേർന്ന് കഴിഞ്ഞാൽ എക്സ് ദിവസം കൊണ്ട് വർക്ക് തീർക്കും, ബി ഒറ്റയ്ക്ക് x+9 വർക്ക് തീർക്കും. അപ്പോൾ ഈ കണക്ക് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞ ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷേ ഞാൻ ഈ കണക്കിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ LCM എടുത്ത് ഞാൻ ടോട്ടൽ വർക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ x+4 x+9 എന്നൊക്കെയല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെ LCM എടുക്കുന്നത്, അതുകൊണ്ട് ഇതോടെ നിൽക്കട്ടെ. നമ്മളിത് നമ്മുടെ ഇൻവേഴ്സ് എടുത്താണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിവിടെ ടോട്ടൽ വർക്ക് 1 എടുക്കും. ടോട്ടൽ വർക്ക് 1 ആണെങ്കിൽ 1 നമ്പർ ഓഫ് ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ 1 day വർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എയുടെ നമ്പർ ഓഫ് ഡേയ്സ് അറിയാം. അപ്പോൾ എയുടെ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 1/x+4. ബിയുടെ നമ്പർ ഓഫ് ഡേയ്സ് x+9 ആണ്. അപ്പോൾ ബിയുടെ 1 day വർക്ക് എന്ന് പറയുന്നത് 1/x+9. ഇനി എയും ബിയും ചേർന്ന് കഴിഞ്ഞാൽ എക്സ് ഡേയ്സും കൊണ്ട് വർക്ക് തീർക്കും. അപ്പോൾ എയുടെയും ബിയുടെയും 1 day വർക്കിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1/x ആയിരിക്കത്തില്ലേ. ഇതല്ലേ ഇവരുടെ 1 day വർക്കിൻ്റെ സമ്മ്. അപ്പോൾ 1/x+4 + 1/x+9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/x കിട്ടും. ഇത് സോൾവ് ചെയ്ത് നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതങ്ങ് സോൾവ് ചെയ്തേ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x+9 + x+4 അപ്പോൾ 2x + 13 എന്ന് കിട്ടും. താഴെ x+4 × x+9 എന്ന് വരും ഈക്വൽ ടു 1/x. x+4 × x+9 എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ x² + 9 4 13x + 4 9 36 എന്ന് കിട്ടും ഈക്വൽ ടു 1/x. മേളിൽ 2x + 13 ഉണ്ട്. ഇനി ഈ x അങ്ങോട്ട് വിടുക, ഇത് അങ്ങോട്ട് വിടുക. അപ്പോൾ x അങ്ങോട്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ 2x² + 13x ഈക്വൽ ടു x² + 13x + 36 എന്ന് വരും. ഇനി ഇവിടെ 13x ഉണ്ട്, ഇവിടെ 13x ഉണ്ട്, ഇവിടെ x² ഉണ്ട്, ഇവിടെ 2x² ഉണ്ട്. ഇത് അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ x² എന്ന് കിട്ടും. അപ്പോൾ x² = √36 എന്ന് കിട്ടും. അപ്പോൾ x = 6 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 6. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇത് ചെയ്യാനുള്ള ഷോർട്ട് ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എയും ബിയും ഒരുമിച്ച് നിന്ന എക്സ് ദിവസം കൊണ്ട് വർക്ക് തീർക്കും. എ ഒറ്റയ്ക്ക് നിന്നാൽ അതിനേക്കാളും 4 ദിവസം കൂടുതലെടുക്കും, ബി ഒറ്റയ്ക്ക് നിന്നാൽ അതിനേക്കാളും 9 ദിവസം കൂടുതലെടുക്കും. അപ്പോൾ ഇവിടെ കൂടുതലെടുക്കുന്നത് എ 4 ബി 9. നമ്മളിവിടെ സോൾവ് ചെയ്യുന്നപ്പോൾ ലാസ്റ്റ് വന്നത് √36 എന്നാണ്. ഈ √36 എന്ന് പറയുന്നത് റൂട്ടിൻ്റെ അകത്ത് 4 × 9 ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. ഇതായിരിക്കും ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുകയാണ്, എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ 2 പേര് ചേർന്ന് കഴിഞ്ഞാൽ എക്സ് ദിവസം കൊണ്ട് വർക്ക് തീരും. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ x+a ഡേയ്സ് എടുക്കും, മറ്റേ ആൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ x+b ഡേയ്സ് എടുക്കും. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √(a × b) ആയിരിക്കും. ഓക്കെ, അടുത്ത യൂത്തിലേക്ക് പോകാം. എ ബി ആൻഡ് സി ക്യാൻ ഡു എ വർക്ക് ഇൻ 20 days 25 days ആൻഡ് 30 days റെസ്പെക്റ്റീവ്ലി. എ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് വർക്ക് തീരും, ബി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 25 ദിവസം എടുക്കും വർക്ക് തീരാൻ, സി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 30 ദിവസം എടുക്കും വർക്ക് തീരാനായിട്ട്. ദേ ഫിനിഷ്ഡ് ടുഗദർ ദാറ്റ് വർക്ക് ആൻഡ് ഗെയിൻഡ് 3700 as വേജ്. ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് നിന്ന് വർക്ക് തീർത്തു, എന്നിട്ട് 3700 രൂപ പൈസ മേടിച്ചു. ഫൈൻഡ് ദ വേജസ് ഓഫ് എ ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ ഇവരുടെ വേജസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ വർക്കിൻ്റെ വേജ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് കൊടുക്കുന്നത് അറിയാമോ? ഇവർ ഓരോരുത്തരും ചെയ്ത വർക്കിൻ്റെ റേഷ്യോയിലാണ് ഡിവൈഡ് കൊടുക്കുന്നത്. ഈ വർക്ക് എന്ന് പറയുന്നത് ഇവരുടെ എഫിഷ്യൻസി ഇൻറ്റു ഇവർ എത്ര ദിവസം വർക്ക് ചെയ്തു, ഇവരുടെ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് വർക്ക്, അല്ലെങ്കിൽ 1 day വർക്ക് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് വർക്ക്ഡ്. അപ്പോൾ ഈ റേഷ്യോയിലായിരിക്കും നമ്മൾ ഇവരുടെ വേജ് ഡിവൈഡ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 day വർക്ക് വേണം, അല്ലെങ്കിൽ എഫിഷ്യൻസി വേണം, പിന്നെ ഇവർ എത്ര ദിവസം വർക്ക് ചെയ്തു എന്നുള്ള ആ നമ്പറും വേണം. ഇവിടെ ഇവർ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നുള്ള ആ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ 1 day വർക്ക് കിട്ടും. ഇനി ഇവർ ഓരോരുത്തരും എത്ര ദിവസം വർക്ക് ചെയ്തു ആ നമ്പർ നമുക്ക് വേണം. ശരി, ഈ ക്വസ്റ്റനിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് നിന്നല്ലേ വർക്ക് തീർക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് നിന്ന് വർക്ക് തീർക്കുമ്പോൾ ഇവരെല്ലാവരും ചെയ്ത നമ്പർ ഓഫ് ഡേയ്സ് സെയിം ആയിരിക്കത്തില്ലേ. 3 പേരും കൂടെ ഒരുമിച്ച് 10 ദിവസം കൊണ്ട് വർക്ക് തീർത്തു. ഈ 10 ദിവസം
എയും 10 ദിവസം വർക്ക് ചെയ്തു, ബിയും 10 ദിവസം വർക്ക് ചെയ്തു, സിയും 10 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ റേഷ്യോ ഇടുമ്പോൾ എല്ലായിടത്തുനിന്നും ആ 10 വെട്ടിപ്പോകുള്ളൂ. അപ്പോൾ സിമ്പിളി എഫിഷ്യൻസിയുടെ റേഷ്യോ എടുത്താൽ മതി ഈ വേജിൻ്റെ റേഷ്യോ കിട്ടാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടോട്ടൽ വർക്ക് വേണം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവരുടെ LCM ആയിരിക്കും. അപ്പോൾ LCM എടുക്കാനായിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ എടുക്കുക 30. ബാക്കി അതിനകത്ത് പോകുന്ന നോക്കുക. 20 30-ൽ 20 പോകത്തില്ല. ഓക്കെ, 20 എന്ന് പറയുന്നത് 2 × 10 ആണ്. 30 എന്ന് പറയുന്നത് 3 × 10 ആണ്. ഈ 2 × 10-ൽ 10 ഇവിടെയുണ്ട്, 2 ഇല്ല. അപ്പോൾ ഒരു 2 ഗുണിക്കുക. ഇപ്പോൾ ഇത് 2 × 30 ആയി. അപ്പോൾ 60 ആയി. 60-ൽ 30 പോവും, 20 പോവും. ഇനി 25 പോകുന്ന നോക്കണം. നോക്കി, 25 എന്ന് പറഞ്ഞാൽ 5 × 5. ഈ 30-ൽ ഒരു 6 × 5 ഉണ്ട്. അപ്പോൾ ഒരു 5 കൂടെ ഇട്ടാൽ പോരെ, × 5 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ഇത് 6 6 × 30 300 കിട്ടും നമ്മുടെ LCM. 300 ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ എയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ എയുടെ വൺ ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 ആയിരിക്കും. 15 × 30 പിന്നെ 0. ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 25 300 ആവണം. 25 × 4 ചെയ്ത് കഴിഞ്ഞാൽ 100 ആവും. പിന്നെ 3 കൂടെ ചെയ്യണം. അപ്പോൾ 12 കിട്ടും. ഇനി 30 300 ആവാൻ 10. ഇതാണ് ഇവരുടെ എഫിഷ്യൻസി. ഈ റേഷ്യോയിലായിരിക്കും പൈസ ഡിവൈഡ് ആയി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 15ഉം 10ഉം 25 × 27 27 10 37. 37 എന്ന് പറയുന്നത് 37 100. അപ്പോൾ 1 എന്ന് പറയുന്നത് 100 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വേജ് എന്ന് പറയുന്നത് 1500, ബിയുടെ വേജ് എന്ന് പറയുന്നത് 1200, സിയുടെ വേജ് എന്ന് പറയുന്നത് 1000. അപ്പോൾ ഇത് 1000, ഇത് 1200, ഇത് 1500. മനസ്സിലായോ? അടുത്തതിലേക്ക് പോകും. Ram, Rohit and Rahul can do a work in 10 days, 12 days and 15 days respectively. In how many days will they finish the work? ഓക്കെ, ആദ്യത്തെ ആൾ 10 ദിവസം, രണ്ടാമത്തെ ആൾ 12, മൂന്നാമത്തെ ആൾ 15. ഇത് ഇവരുടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇവർ ഒരുമിച്ച് നിന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് കയറുമെന്ന് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് LCM 15 12 10, LCM 60. അപ്പോൾ ഇയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6, ഇയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5, ഇയാളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4. അപ്പോൾ ഇതാണ് ഇവരുടെ വൺ ഡേ വർക്കുകൾ. ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ വൺ ഡേ വർക്ക് കിട്ടും. അപ്പോൾ ആദ്യം 10 10 5 15 ടോട്ടൽ വൺ ഡേ വർക്ക്. ടോട്ടൽ വർക്ക് 60. ഇവർ ഒരു ദിവസം 15 വർക്ക് ചെയ്യും. അപ്പോൾ എത്ര ദിവസം എടുക്കും? 60 15 ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് A and B do a work in 10 days. എയും ബിയും കൂടെ നിന്ന് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് വർക്ക് തരും. B and C do it in 15 days. ബിയും സിയും നിന്ന് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് വർക്ക് തരും. വൈൽ C and A in 20 days. സിയും എയും നിന്ന് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് വർക്ക് തരും. ഇൻ ഹൗ മെനി ഡേയ്സ് A, B and C all working together can finish സെയിം വർക്ക്? അപ്പോൾ എയും ബി സിയിൽ നിന്ന് എത്ര ദിവസം വർക്ക് വരുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് ഡേയ്സാണ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവരുടെ LCM ആണ്. 20 15 10 30 60 ആയിരിക്കും ഇവരുടെ LCM. ടോട്ടൽ വർക്ക് 60. അപ്പോൾ A+Bയുടെ വൺ ഡേ വർക്ക് എന്ന് പറയുന്നത് 6, B+Cയുടെ വൺ ഡേ വർക്ക് എന്ന് പറയുന്നത് 4, C+Aയുടെ വൺ ഡേ വർക്ക് എന്ന് പറയുന്നത് 3. അപ്പോൾ A+B, B+C, C+A. അതിനകത്ത് 2 × A+B+C ഉണ്ട്. അപ്പോൾ എയുടെ ബിയുടെ സിയുടെ എഫിഷ്യൻസിയുടെ 2 ടൈംസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ എഫിഷ്യൻസികളുടെ സമ്മ് കിട്ടുന്നത്. എത്രയാണ്? 6 4 10 3 13. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയുടെ സമ്മ് എന്ന് പറയുന്നത് 13/2. ടോട്ടൽ വർക്ക് 60. അപ്പോൾ എയും ബിയും സിയും നിന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് വരും? 60/13 × 2 120/13 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് A is thrice good as B. എ ബിയിനേക്കാളും 3 ഇരട്ടി ഗുഡാണ്. അതിൻ്റെ എഫിഷ്യൻസി ആണ് നിൽക്കുന്നത്. എ ബി ഇവരുടെ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് ബി ഇപ്പോൾ 1 ആണെങ്കിൽ എ എന്ന് പറയുന്നത് 3 ആയിരിക്കും. എ ഈസ് ഏബിൾ ടു ഫിനിഷ് ദ വർക്ക് ഇൻ 20 days ലെസ് ദാൻ ബി. എ ബി എടുക്കുന്നതിനേക്കാളും 20 ദിവസം കുറച്ചേ എടുക്കത്തുള്ളൂ. ഇൻ ഹൗ മെനി ഡേയ്സ് ബി വിൽ ഫിനിഷ് ദ വർക്ക്? അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നത് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും എഫിഷ്യൻസി റേഷ്യോ ഉണ്ട്. എത്രയാണ്? 3:1 എ ബി. അപ്പോൾ ടൈം റേഷ്യോ എന്ന് പറയുന്നത് തിരിച്ചിട്ടാൽ പോരെ 1 3. ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ബി 3 എടുക്കുമ്പോൾ എ 1 എടുക്കത്തുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എ ബിനേക്കാളും 20 ദിവസം കുറച്ചേ എടുക്കത്തുള്ളൂ. അപ്പോൾ ബി 3 എടുക്കുമ്പോൾ എ 1, വ്യത്യാസം വന്നത് 2. ഈ 2 ഈ പറഞ്ഞേക്കുന്നത് 20. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ എ 10 ദിവസം എടുക്കും, ബി 30 ദിവസം എടുക്കും. ചോദിച്ചേക്കുന്നത് ബി എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന? ബി എത്ര ദിവസം എടുക്കും? 30 ദിവസം. ഓക്കെ, അടുത്തത് രാം ഡസ് 40% മോർ വർക്ക് ദാൻ ശിവ്. രാം ശിവ് ചെയ്യുന്നതിനേക്കാളും 40% കൂടുതൽ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുവരെ എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വൺ ഡേ വർക്കിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാം ശിവ് എഫിഷ്യൻസി
ശിവ് ഒരു 100 വർക്ക് ചെയ്യുമ്പോൾ രാം 150 വർക്ക് ചെയ്യും. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 5:7 കിട്ടും. ഇത് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. ഇഫ് ശിവ് ക്യാൻ ഡു ഇറ്റ് ഇൻ 14 ഡേയ്സ്, ശിവ് 14 ദിവസം കൊണ്ടാണ് വർക്ക് തീർക്കുന്നത്. ദെൻ ഹൗ മെനി ഡേയ്സ് രാം ക്യാൻ ഡു ദ സെയിം വർക്ക്, അവന് എത്ര ദിവസം കൊണ്ട് രാം വർക്ക് ചെയ്യുന്ന ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവരുടെ എഫിഷ്യൻസി റേഷ്യോ ഉണ്ട് 7:5. അപ്പോൾ ടൈം റേഷ്യോ തിരിച്ചിട്ടാൽ പോരെ 5:7. ശിവ് 14 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അപ്പോൾ ശിവിൻ്റെ ഈ 7 ആണ് 14. അപ്പോൾ 1 എന്ന് പറയുന്നത് 2. ചോദിച്ചേക്കുന്നത് റാം എത്ര ദിവസം കൊണ്ട് എടുക്കുന്നല്ലേ. അപ്പോൾ 1 2 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് 10 ആണ് നമ്മുടെ ആൻസർ. അടുത്തത് എ ക്യാൻ ഡു എ സർട്ടൻ വർക്ക് ഇൻ 12 ഡേയ്സ്. എ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 12 ഡേയ്സും കൊണ്ട് പരിപാടി തീരും. ബി ഈസ് 20% മോർ എഫിഷ്യൻ ദാൻ എ. ബി എനേക്കാളും 20% മോർ എഫിഷ്യൻ്റാണ്. ഇപ്പോൾ എ ഒരു 100 ആണെങ്കിൽ ബി 120 ആയിരിക്കും. ഇത് എഫിഷ്യൻസിയാണേ. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 6/5 എന്ന് കിട്ടും ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. ഇനി ചോദിച്ചേക്കുന്നത് ഇൻ ഹൗ മെനി ഡേയ്സ് എ ആൻഡ് ബി ടുഗദർ ടേക്ക് ടു ഡു ദ സെയിം വർക്ക്. അപ്പോൾ എയും ബി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരുന്നു ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എയുടെ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്, എയുടെയും ബിയുടെ എഫിഷ്യൻസി റേഷ്യോ ഉണ്ട്. എഫിഷ്യൻസി റേഷ്യോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ടൈം റേഷ്യോ കിട്ടത്തില്ലേ. ടൈം റേഷ്യോ എന്ന് പറയുന്നത് 5/6 ആണ്. എയുടെ ടൈം 12 ഡേയ്സാണ്, എയുടെ ടൈം 6 ആണ്. 6 എന്ന് പറയുന്നത് 12 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും. 6 12 ആണെങ്കിൽ 1 2. അപ്പോൾ 5 എന്ന് പറയുന്നത് 10. അപ്പോൾ ബി എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും 10 ഡേയ്സ്. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചൂടെ. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പോൾ എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 6. ഇപ്പോൾ ടോട്ടൽ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 6 5 11. ടോട്ടൽ വർക്ക് 60/11 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ദ റേഷ്യോ ഓഫ് എഫിഷ്യൻസി ഓഫ് 2 വർക്കേഴ്സ് ഇസ് 3:2. 2 വർക്കേഴ്സ് ഉണ്ട്, അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ, വർക്കിംഗ് ടുഗദർ ഇഫ് ദേ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 6 ഡേയ്സ് ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ഡു ഇറ്റ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ 6 ദിവസം കൊണ്ട് വർക്ക് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ റെസ്പെക്റ്റീവ്ലി ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവരുടെ എഫിഷ്യൻസി റേഷ്യോ 3:2 ആണ്. അപ്പോൾ ടൈം റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആയിരിക്കും. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ എഫിഷ്യൻസി 3, ടൈം 2. അപ്പോൾ 2 കൂടെ ഗുണിച്ചാൽ ടോട്ടൽ വർക്ക് കിട്ടത്തില്ലേ 6. രണ്ടാമത്തെ ആളുടെ എഫിഷ്യൻസി 2, ടൈം 3. അപ്പോൾ ഗുണിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് കിട്ടത്തില്ലേ 6. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി 6. ഇത് എ, ഇത് ബി. ഇവരുടെ എഫിഷ്യൻസി 3ഉം 2 ആണ്. ടോട്ടൽ വർക്ക് കിട്ടി 6. ഇവരുടെ ടോട്ടൽ 1 ഡേ വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി പറയുന്നത് 3 2 5. ഇതാണ് ഇവർ പറഞ്ഞേക്കുന്നത് 6 ഡേയ്സ്. അപ്പോൾ 6 അങ്ങോട്ട് പോയി, അല്ല അത് 6 വെട്ടിപ്പോയി, 5 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ 1 എന്ന് പറയുന്നത് 5, അതായത് 5 ഡേയ്സ്. അപ്പോൾ 1 5 ആണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും 10 ഡേയ്സ് ആയിരിക്കും. ഈ 3 എന്ന് പറയുന്നത് 15 ഡേയ്സ് ആയിരിക്കും. മനസ്സിലായി എങ്ങനെ ചെയ്തെന്നാ. അടുത്തത് എ ആൻഡ് ബി കംപ്ലീറ്റ് ആ വർക്ക് 10 ഡേയ്സ് ആൻഡ് 15 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. എ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് വർക്ക് വരും. ബി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് വർക്ക് വരും. ദേ സ്റ്റാർട്ടഡ് ടുഗദർ ബട്ട് എ ലീവ്സ് ദ വർക്ക് ആഫ്റ്റർ 2 ഡേയ്സ് ആൻഡ് ബി അലോൺ കണ്ടിന്യൂസ് ദ വർക്ക്. അപ്പോൾ ഇവർ ഒരുമിച്ച് വർക്ക് തുടങ്ങി, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എ പണിയിട്ടിട്ട് പോയി, ബാക്കി വർക്ക് മൊത്തം ബി ആണ് ചെയ്തത്. ഇൻ ഹൗ മെനി ഡേയ്സ് ബി ഹാവ് ടു കംപ്ലീറ്റ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്. അപ്പോൾ ബാക്കിയുള്ള വർക്ക് പുള്ളി എത്ര ദിവസം കൊണ്ട് ചെയ്തെന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവരുടെ LCM എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ എയുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 3, ബിയുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 2. 15 2 30, 10 3 30. അപ്പോൾ ഇവരുടെ 1 ഡേ വർക്ക് കിട്ടി 3ഉം 2ഉം. ഇവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ എ പോയി. അപ്പോൾ 2 ദിവസം ഇവർ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ഒരു ദിവസം ടോട്ടൽ വർക്ക് 5, അപ്പോൾ 2 ദിവസം ടോട്ടൽ വർക്ക് 10. ടോട്ടൽ വർക്ക് 30 ആണ്. അതിൽ നിന്ന് 10 ഇപ്പോൾ ചെയ്തു, ബാക്കി എത്ര വർക്കുണ്ട് 20. ഈ 20 നമ്മുടെ ബി ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. 20/2 ചെയ്താൽ 10 എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള വർക്ക് തീർക്കാനായിട്ട് ബി എടുത്തത് 10 ദിവസമാണ്. ഓക്കെ, അടുത്തത് എ ബി സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 ഡേയ്സ് 15 ഡേയ്സ് ആൻഡ് 20 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. എ ബി സി. എ 10 ദിവസം, ബി 15 ദിവസം, സി 20 ദിവസം. ദേ ബിഗാൻ ടു വർക്ക് ടുഗദർ ബട്ട് എ ലീവ്സ് ദ വർക്ക് ആഫ്റ്റർ 2 ഡേയ്സ് ആൻഡ് ബി ആഫ്റ്റർ 3 ഡേയ്സ്. ഓക്കെ, ഇവർ ഒരുമിച്ച് വർക്ക് തുടങ്ങി, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എ പണി ഇട്ടിട്ട് പോയി, 3 ദിവസം കഴിഞ്ഞപ്പോൾ ബി ഇട്ടിട്ട് പോയി. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ സി അലോൺ ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വർക്ക് സി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. ടോട്ടൽ വർക്ക് ഇവർ LCM ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 20 60 ആയിരിക്കും. അപ്പോൾ എയുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 6, ബിയുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 4,
സിയുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 3. അപ്പോൾ ഇവർ ഒരുമിച്ച് വർക്ക് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഇവർ 3 പേരും വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കൊണ്ട് ചെയ്ത ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ദിവസം ടോട്ടൽ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 14 13 13. അപ്പോൾ 2 ദിവസത്തെ എന്ന് പറഞ്ഞാൽ 26. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കൊണ്ട് 26 വർക്ക് കഴിഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ എ പോയി. ഇനി സിയും ബിയും മാത്രമേ ഉള്ളൂ. ഇനി വർക്ക് തുടങ്ങി 3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബി പോകും. അപ്പോൾ ആദ്യത്തെ 2 ദിവസം എല്ലാവരും വർക്ക് ചെയ്തു. ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും ബി പോകും. അപ്പോൾ അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു ദിവസമല്ലേ 3-ാമത്തെ ദിവസം. ഈ 3-ാമത്തെ ദിവസം സിയും ബിയും ഉണ്ടാവും വർക്ക് ചെയ്യാൻ. അപ്പോൾ സിയും ബിയും കൂടെ ചേർന്ന് ആ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? സിയും ബിയും കൂടെ ചേർന്ന് 4 3 7 വർക്ക് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 2 ദിവസം എല്ലാവരും ചേർന്ന് 26 വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം സിയും ബിയും മാത്രമേ ഉള്ളൂ, അവർ 7 വർക്ക് ചെയ്തു. മൊത്തം എത്രയായി? 33 വർക്കായി. അപ്പോൾ ഇത്രയും വർക്ക് കഴിഞ്ഞപ്പോൾ സി ഒറ്റയ്ക്കായി. അപ്പോൾ ടോട്ടൽ വർക്ക് 60. 60 നിന്ന് 33 നോക്കി കഴിഞ്ഞാൽ എത്രയാണ്? 30. 27 കിട്ടും. 27 30 30 30 60. ഈ 27 വർക്ക് നമ്മുടെ സി ഒറ്റയ്ക്ക് ചെയ്ത്. അപ്പോൾ നോക്കി, സിയുടെ 1 ഡേ വർക്ക് 3. 27/3 ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ക്യാൻ സെപ്പറേറ്റ്ലി മേക്ക് എ വാൾ ഇൻ 10 days and 15 days. എ ഒറ്റയ്ക്ക് എന്ന് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഒരു ഭിത്തി പണിയാം. ബി ഒറ്റയ്ക്ക് എന്ന് കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് ഭിത്തി പണിയാം. ഹൗ മെനി ഡേയ്സ് ബിഫോർ വിൽ ബി ലീവ് ദ വർക്ക് സോ ദ വാൾ വുഡ് ബി ഫിനിഷ്ഡ് ഇൻ ടോട്ടൽ 8 days. അതായത് 8 ദിവസം കൊണ്ട് വർക്ക് തീരണം. അപ്പോൾ വർക്ക് തീരുന്നതിന് എത്ര ദിവസം മുമ്പ് ബി വർക്ക് നിർത്തി പോകണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇവരുടെ ടോട്ടൽ വർക്കും എഫിഷ്യൻസിയും കണ്ടുപിടിച്ചേക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവരുടെ എൽ സി എന്ന് പറയുന്നത് എത്രയാണ്? 30. അപ്പോൾ എയുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 3, ബിയുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 2. അപ്പോൾ മൊത്തം 8 ദിവസം കൊണ്ട് നമ്മുടെ വർക്ക് തീരണം. ഇതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ബി പോവുകയും വേണം. അപ്പോൾ ഈ 8 ദിവസമില്ലേ, 8 ദിവസവും നമ്മുടെ എ വർക്ക് ചെയ്യുന്നുണ്ടാവും, ശരിയല്ലേ? 8 ദിവസം കൊണ്ട് എ എത്ര വർക്ക് ചെയ്യും? 8. എയുടെ 1 ഡേ വർക്ക് 3 അപ്പോൾ 3 8 24 വർക്ക് ചെയ്യും. ബാക്കി എത്ര വർക്കുണ്ട്? 24 6 അല്ലെങ്കിൽ 30. ഈ 6 വർക്ക് ആരാ ചെയ്തത്? ബിയാണ് ചെയ്തത്. 6 വർക്ക് ചെയ്യാൻ ബിക്ക് എത്ര ദിവസം വേണം? ബി ഒരു ദിവസം കൊണ്ട് 2 വർക്ക് ചെയ്യും. അപ്പോൾ 6 ആവാൻ 3 ദിവസം പോരെ. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ബി ഉണ്ടാവും. മൊത്തം 8 ദിവസമല്ലേ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ബി വർക്ക് ചെയ്യും, എന്നിട്ട് ബി പോകും. അപ്പോൾ വർക്ക് തീരുന്നതിന് 5 ദിവസം മുമ്പേ നമ്മുടെ ബി പോയി. അപ്പോൾ 5 ആണ് നമ്മുടെ ആൻസർ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് 15 men working 8 hours make a wall in 10 days. ഓക്കെ, ഇത് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷനാണ്. നോക്കുക, 15 men 8 hours make a wall in 10 days. ഓക്കെ, വർക്ക് എന്ന് പറയുന്നത് വാള് ഈക്വൽ ടു ഇനി ഹൗ മെനി ഡേയ്സ് വിൽ 12 men working 10 hour will make it. 12 men 10 hour എത്ര ഡേയ്സ് ആണെന്ന് അറിയത്തില്ല, ഡിവൈഡ് ബൈ വർക്ക് ആ വാള് തന്നെ. വാളും പോയി, 10ഉം പോയി. ഇനി 8 12, 4 ചുട്ടിയ 2, 4 ചുട്ടി കഴിഞ്ഞാൽ 3 അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ 3 15, 2 10 എന്ന് കിട്ടും നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, അടുത്തത് ഇഫ് 10 masons വർക്കിംഗ് 7 hour ഡെയിലി ക്യാൻ ബിൽഡ് 28 pumps in 16 days. ഓക്കെ, 10 mason 7 hour ഡെയിലി ക്യാൻ ബിൽഡ് 28 പമ്പ് വർക്ക് താഴെ ഇടുക ഇൻ 16 days ഈക്വൽ ടു ഹൗ മെനി ഡേയ്സ് വിൽ 12 mason വർക്കിംഗ് 6 hour ഡെയിലി. 12 mason 6 hour ഡെയിലി ബിൽഡ് 36 പമ്പ്. ഡേ അറിയത്തില്ല, താഴെ വർക്ക് 36. സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നോക്കുക, 7 താഴത്തേക്ക് വെട്ടിക്കഴിഞ്ഞാൽ 4 മുകളിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ 4, ഈ 4 ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ 3 6 18, 18 × 2 അല്ല 36, ഇനി 2 അങ്ങോട്ട് ഇടുക, 10 2 20 കിട്ടും നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി അടുത്ത ദിവസം ചെയ്യാം.